ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ എങ്ങനെ ഈസിയായി കോഡ് ചെയ്യാം എന്നതാണ്. എന്താണ് ഫാക്ടേഴ്സ്? 8ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 8നെ എന്തൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1, 2, 4, 8. അപ്പോൾ ഇതൊക്കെയാണ് 8ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം പ്രിൻ്റ് ചെയ്ത് വരണം. ആദ്യം തന്നെ ഏത് നമ്പറിൻ്റെ ഫാക്ടറാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഞാൻ n എന്ന വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്തു. അടുത്തത് നമ്മൾ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഏതൊരു നമ്പറിൻ്റെയും ലോവസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ റേഞ്ച് 1ൽ സ്റ്റാർട്ട് ചെയ്യാം. ഹയ്യസ്റ്റ് ഫാക്ടറോ ആ നമ്പർ തന്നെയായിരിക്കും. അതായത് n-ൻ്റെ ഹയ്യസ്റ്റ് ഫാക്ടർ n തന്നെയാണ്. അപ്പോൾ ഫോർ ലൂപ്പിൽ പൈതണിൽ നമ്മളൊരു +1 കൂടി ചേർക്കും. അതായത് റേഞ്ച് 1 to n+1 ആണ്. 8ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 1, 2, 3, 4 അങ്ങനെ എവിടം വരെ പോകും? 8 വരെയുള്ള നമ്പേഴ്സ് എടുക്കും. ആദ്യം ഫസ്റ്റ് നമ്പറായ 1 വെച്ച് 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് 8 mod 1 = 0 ആണോ എന്നാണ് നോക്കേണ്ടത്. മോഡുലസ് എന്തിനാണ്? റിമൈൻഡർ കണ്ടുപിടിക്കാനാണ്. റിമൈൻഡർ 0 ആണെങ്കിൽ അതിനർത്ഥം ഫാക്ടർ ആണ്. അപ്പോൾ 8 mod 1 = 0 തന്നെയാണ്. അപ്പോൾ 1 ഒരു ഫാക്ടറാണ്. അടുത്തത് 8 mod 2 എടുക്കും. അത് 0 ആണോ എന്ന് നോക്കും. ആണ്. അപ്പോൾ 2 ഒരു ഫാക്ടറാണ്. അടുത്തത് 8 mod 3 എടുക്കും. അത് 0 അല്ല. അപ്പോൾ 3 ഫാക്ടർ അല്ല. ഇങ്ങനെ 8 mod 8 വരെ പോകും. ആദ്യത്തെ തവണ ഫോർ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്താകും? 1 ആകും. കാരണം in റേഞ്ച് 1 എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ആദ്യത്തെ തവണ നമുക്ക് n-നെ എന്ത് വെച്ചാണ് മോഡുലസ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്? 1 ആണ്. 1ൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. n mod 1 = 0 ആണോ എന്ന് നോക്കണം. രണ്ടാമത്തെ തവണ ഐയുടെ വാല്യൂ 2 ആകുന്നു. രണ്ടാമത്തെ തവണ നമ്മൾ എന്താ നോക്കുക? n mod 2 = 0 ആണോ? മൂന്നാമത്തെ തവണ ഐയുടെ വാല്യൂ 3 ആകുന്നു. മൂന്നാമത്തെ തവണ നമ്മൾ എന്താ നോക്കുക? n mod 3 = 0 ആണോ? ചുരുക്കി പറഞ്ഞാൽ n mod ഐയുടെ വാല്യൂ എന്താണോ അത് = 0 ആണോ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കോഡ് എങ്ങനെ എഴുതാം? ഇഫ് n mod I = 0, റിമൈൻഡർ 0 ആണെങ്കിൽ അതിനർത്ഥം ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യാം? I പ്രിൻ്റ് ചെയ്യാം. കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. എൻ്റർ എ നമ്പർ 8. കണ്ടോ? ഫാക്ടേഴ്സ് വന്നു. പക്ഷെ താഴെയാണ് വന്നത്. നേരെ ആക്കാനായിട്ട് ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ end = എന്ന് പറഞ്ഞിട്ട് കോഡ്സിൽ ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് നോക്കാം. വേറെ ഏതെങ്കിലും നമ്പർ നോക്കാം. 24. കണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.